ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുടി കൊഴിച്ചിൽ, താരൻ, അകാലനര ഈ 3 പ്രോബ്ലംസിനും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷനാണ് ഉള്ളിനീര് പുരട്ടുന്നത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് സവാള എടുക്കണമെങ്കിലും കുഴപ്പമില്ല. ഞാൻ എങ്ങനെയാണ് ഉള്ളിനീര് എടുക്കുന്നതെന്നും അത് പുരട്ടുന്നതെന്നും ഞാനിന്ന് കാണിച്ചു തരാം. ഞാൻ ഉള്ളിയെല്ലാം ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തു. അതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഞാൻ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കും. അതിനുശേഷം ഇതൊരു അരിപ്പയിലൂടെ അരിച്ച് അതിൻ്റെ നീര് മാത്രം എടുക്കും. ഉള്ളിനീര് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 2-3 തവണ ഉപയോഗിക്കാനുള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കാം. ഐസ് ട്രേയിൽ ഒഴിച്ച് ക്യൂബാക്കി വെച്ചാലും മതി. ഞാൻ സാധാരണ പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് തലയിൽ പുരട്ടുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലും ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഇത് ഉപയോഗിക്കുമ്പോൾ ആദ്യം തന്നെ തലയിൽ തേക്കരുത്. ആദ്യം ചെവിയുടെ പുറകിലോ അല്ലെങ്കിൽ കയ്യിലോ എവിടെയെങ്കിലും കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നേരിട്ട് തലയിൽ പുരട്ടാം. ഇതുവരെ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ പുരട്ടാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് വേണം തലയിൽ പുരട്ടാൻ. തലമുടിയുടെ ആരോഗ്യത്തിന് ഉള്ളിനീര് പുരട്ടുന്നത് ഭയങ്കര നല്ലതാണ്. ഉള്ളിയിൽ അടങ്ങിയിരിക്കുന്ന സൾഫർ കണ്ടൻറ്റ് താരൻ മാറ്റാനും മുടിയുടെ അറ്റം പിളരുന്നത് തടയാനും മുടി പൊട്ടിപ്പോകുന്നത് ഒഴിവാക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ആൻറ്റിഓക്സിഡൻസ് ഉള്ളൊരു സംഭവമാണ് ഉള്ളി. ഈ ഉള്ളി അകാലനര ഒഴിവാക്കാൻ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഇൻഫെക്ഷൻസ് വരുന്നത് ഒഴിവാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. അകാലനര മാറ്റാനായിട്ട് ഉള്ളിനീര് പുരട്ടുവാണെങ്കിൽ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ പുരട്ടണം. അല്ലാതെ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ചെയ്തിട്ട് ഉപകാരമില്ല. അതുപോലെ തന്നെ തലയിലെ പേൻ ശല്യം മാറ്റാനും ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉള്ളിനീര് പുരട്ടുന്നത് നല്ലതാണ്. എൻ്റെ തലമുടി ഫ്രണ്ട് പോർഷൻ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് കാരണം ആ ഭാഗത്ത് താരൻ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉള്ളിനീരും പിന്നെ ഞാൻ വീട്ടിൽ തന്നെ കാച്ചിയ എണ്ണയും ഉപയോഗിച്ചിട്ടാണ് ഈ താരൻ മാറ്റിയത്. അപ്പോൾ ഇത് പുരട്ടിയാൽ താരൻ മാറും എന്നുള്ള കാര്യത്തിന് ഗ്യാരൻറ്റിയാണ്. ഇത് തലയോട്ടിയിൽ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ മിനിമം വെയിറ്റ് ചെയ്യണം. അതിനുശേഷം വീര്യം കുറഞ്ഞ ഷാമ്പു വെച്ചിട്ട് കഴുകാവുന്നതാണ്. ഇതിപ്പോൾ തലേന്നും കഴുകി കളഞ്ഞാലും ചെറുതായിട്ടൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ ഒരു പരിധി വരെ മാറ്റാനായിട്ട് വീര്യം കുറഞ്ഞ ഷാമ്പു വെച്ചിട്ട് 2 തവണ കഴുകാം. അല്ലെങ്കിൽ നമ്മൾ കുളിക്കാനെടുക്കുന്ന വെള്ളത്തിൽ 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്തും തല കഴുകാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ ഒരു പരിധി വരെ ആ ഒരു സ്മെല്ല് മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും ഷെയറും ചെയ്യണം. അഭിപ്രായം കമൻറ്റ് വഴി അറിയിക്കാനും മറക്കരുത്. വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ആൻഡ് ലോട്ട്സ് ഓഫ് ലവ് ഫ്രം ഹാപ്പി ഫോർ യു.